ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതാ നമ്മളൊന്നൊരു അടിപൊളി ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതായത് നമ്മുടെ വാഷ് ബേസിൻ, ബാത്റൂമിലേക്കുള്ള വാഷ് ബേസിൻ, വെള്ള കളറുള്ള വാഷ് ബേസിൻ വൃത്തിയാക്കാൻ കുറച്ച് പാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ ടിപ്സ് ഉണ്ടാക്കി ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കറയൊക്കെ പിടിച്ചിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെന്താ ഈ ടിപ്പ് എന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഉജാലയാണ് നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉജാല ഉണ്ടാവും. അപ്പോൾ ഈ ഉജാല കൊണ്ട് നമുക്ക് ഈ വാഷ് ബേസിൻ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വാഷ് ബേസിൻ, ഇത് ബാത്റൂമിലുള്ള വാഷ് ബേസിനാണ് കേട്ടോ. വൈറ്റ് വാഷ് ബേസിനാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കറ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പോഞ്ച് എടുക്കുക കേട്ടോ. കുറച്ചിങ്ങനെ നല്ല ഒരവുള്ള ഇതെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൊടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഉജാല ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉജാല കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വാഷ് ബേസിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. നനച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഉജാല ആകുമ്പോൾ ഒരു കറ പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോവും. പക്ഷേ കുറച്ച് അതിൻ്റെ ഒരു കറ പോലത്തെ ഒരു കറയുണ്ട്, അത് പോകാൻ കുറച്ച് പാടുപെടും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി നനച്ചതിന് ശേഷം നമ്മുടെ ഈ സ്ക്രബ് വെച്ചിട്ട് ഒന്ന് നന്നായി തന്നെ ഉരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഈ വാഷ് ബേസിൻ നന്നായിട്ട് വെട്ടി തിളക്കും കേട്ടോ. ഉജാലയ്ക്ക് ഒരു പ്രത്യേക ഒരു പവർ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു തുരുമ്പ് പിടിച്ച കറകളും പിന്നെ ഒരു കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ പൈപ്പിൻ്റെ മുകളിലൊക്കെ, അതൊക്കെ ഈ ഉജാലയും ഉപ്പും കൂടി ഉരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഈ കറകളൊക്കെ ഇരിക്കുന്നുണ്ടാവുക. കുറേ നമ്മളെപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്ന വാഷ് ബേസിനല്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ആക്കുമ്പോൾ തന്നെ മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാം. നന്നായി ഒരു തിളക്കും, ഒരു നല്ലൊരു ഇതും കിട്ടും കേട്ടോ. ഈ വാഷ് ബേസിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഉജാലയും ഉപ്പും കൂടിയിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വിനാഗിരി വേണമെങ്കിൽ നമ്മൾ ഈ ഉരയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഫൗള് മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉരച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് ഉരച്ചൊരു സ്ക്രബ് ഇട്ടിട്ട് ഉരയ്ക്കരുത് കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ, അതൊന്നും ഇട്ടിട്ട് നിങ്ങൾ വാഷ് ബേസിൻ ഉരയ്ക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉരവ് ഉള്ള കാരണം ചെറിയ ചെറിയ കോറലുകൾ വരും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്പോഞ്ച് പോലത്തെ സാധനങ്ങൾ ഇട്ടിട്ട് വേണം നിങ്ങൾ ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ട ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കുമ്പോൾ കണ്ട വാഷ് ബേസിൻ്റെ നിറം കണ്ടാൽ നിങ്ങൾക്കറിയാം നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളുടെ വാഷ് ബേസിനും ഇപ്പോഴത്തെ വാഷ് ബേസിനും ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ നനച്ച് നാക്കണം കേട്ടോ. ഈ ഉജാലയുടെ ഒരു കുറച്ച് പോലും ഇരിക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രബും കൂടി ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഉരച്ചെടുക്കണം കേട്ടോ. നന്നായി തന്നെ ഉജാല ആയ ഭാഗത്ത് നന്നായി ഒന്ന് ഉരച്ച് കളയന്നെ വേണം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഉരച്ച് കൊടുക്കേണ്ടത് കുറച്ചിങ്ങനെ കൈ കൊണ്ടാക്കി. പിന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഗ്ലൗസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാറില്ല. അപ്പോൾ അതേ നിങ്ങൾ വേണമെങ്കിൽ എന്തായാലും ഗ്ലൗസ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ സ്പോഞ്ച് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. തലയുടെ ഒരു നീല കറ നമ്മുടെ കയ്യിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇതേ കണ്ടാൽ നമ്മുടെ വാഷ് ബേസിൻ നല്ലോണം വെട്ടി തിളങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പൈപ്പും അടിയിലത്തെ സ്റ്റീലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കും കേട്ടോ. ഉരച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മണവും വരും, നല്ലൊരു ഗ്ലേസിങ്ങും വരും കേട്ടോ. അതൊരു പ്രത്യേക മണമായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയ്ക്ക് എന്താ പറയുക, ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ നീരും ഒക്കെ ഒന്ന് ഞെക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ ഒന്നും കൂടി നല്ല വാഷ് ബേസിൻ ഒന്നും കൂടി ഒരു തിളക്കം വയ്ക്കുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ്. പിന്നെ വാഷ് ബേസിനിൽ എന്തെങ്കിലും വൃത്തികെട്ട മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെറുനാരങ്ങയുടെ ഇതെത്തി കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമിന് ഉണ്ടാവുക. ഒക്കെ മൊത്തം അങ്ങോട്ട് ഉരച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും സാധനങ്ങൾ മേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിനൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.